പാലക്കാടിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് രാജേട്ടൻ്റെ ചെറിയ ഹോട്ടലുള്ളത്. അവിടെ ഉച്ചസമയമായപ്പോൾ ഭക്ഷണം കഴിക്കുവാൻ ആളുകൾ നിറഞ്ഞു തുടങ്ങി. അകത്ത് പാചകത്തിൻ്റെ മണവും ആളുകളുടെ സംസാര ശബ്ദവും പാത്രങ്ങളുടെ കലപില ചേർന്ന് വലിയൊരു ചലനമായിരുന്നു. ആ ഹോട്ടലിൻ്റെ പുറത്താണ് ഒരു കുട്ടി പതുക്കെ ഹോട്ടലിലേക്ക് നടന്നു വരികയാണ്. ഏകദേശം 10 വയസ്സ് മാത്രം പ്രായം. അവൻ്റെ പേരാണ് അരുൺ. പഴക്കം ചെന്ന വസ്ത്രം, ചുണ്ടുകളിൽ വറ്റി വരണ്ടിരിക്കുന്നു, വിശപ്പിലലിഞ്ഞ കണ്ണുകൾ. അവൻ ആ ഹോട്ടലിനുള്ളിലേക്ക് പതുക്കെയൊന്നു നോക്കി. ആളുകൾ രുചിയായി ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവനും ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഇവിടെ നിന്ന് ആരെങ്കിലും തരുമെന്ന പ്രതീക്ഷയിൽ അവൻ പതുക്കെ ആ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. അവൻ ആ ഹോട്ടലിലെത്തിയപ്പോൾ ഒരു കോണിൽ നിൽക്കുന്നു. ശേഷം അവിടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് അവൻ, സാർ, എനിക്ക് കുറച്ച് ചോറ് വാങ്ങിച്ചു തരുമോ? പക്ഷേ ആരും അത് കേട്ട ഭാവം നടിച്ചില്ല. ചിലർ കണ്ടിട്ടും അത് കാണാത്ത പോലെ ഇരുന്നു. അവൻ്റെ കണ്ണുകൾ താഴോട്ട് പോയി. അവനൊന്നും പറയാതെ നിറകണ്ണുകളുമായി അവിടെ ഇരുന്നു. എന്നാൽ ഹോട്ടലിൻ്റെ ഒരു കോണിൽ കൗണ്ടറിൽ നിന്ന് എല്ലാം ശ്രദ്ധിച്ച് നോക്കി നിൽക്കുകയായിരുന്നു കടയുടമ രാജേട്ടൻ. രാജേട്ടനാവട്ടെ കട്ടിയായി സംസാരിക്കുന്ന, പണത്തിന് മാത്രം താല്പര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. കുട്ടി വീണ്ടും മറ്റൊരാളോട് ചോദിച്ചു, സാർ, എനിക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു തരുമോ? എന്നാൽ ഇതെല്ലാം അവിടെ നിന്ന് കണ്ട രാജേട്ടൻ കോപത്തോടെ കുട്ടിയുടെ അടുത്തേക്ക് വന്നു. ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു, എടാ, നീ ഇവിടെ എന്തിനു നിൽക്കുന്നു? ഭിക്ഷക്കാർക്കും മറ്റും ഉള്ള ഹോട്ടലല്ല ഇത്. നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണം. എന്നാൽ രാജേട്ടൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ നിറകണ്ണുകളുമായി ആ കുട്ടി പറഞ്ഞു, എനിക്ക് കുറച്ച് ചോറ് തന്നാൽ മതി. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇനിയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും. എനിക്ക് കുറച്ച് ചോറ് തരുമോ? ഉടനെ തന്നെ രാജേട്ടൻ ദേഷ്യത്തിൽ, നീ ഇപ്പോഴിറങ്ങുന്നോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഉടനെ നിന്ന് പുറത്താക്കണോ? നിന്നെപ്പോലുള്ളവർക്ക് ഭക്ഷണം കൊടുത്താൽ പിന്നെ എനിക്ക് അതിന് മാത്രമേ നേരമുണ്ടാകുകയുള്ളൂ. നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. അരുണിൻ്റെ കണ്ണുകൾ ഇതെല്ലാം കേട്ടപ്പോൾ നിറഞ്ഞൊഴുകി. എന്നാലും അവനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തനിക്ക് തരുമെന്ന്. അവൻ നിറകണ്ണുകളുമായി ആ ഹോട്ടലിൽ നിന്ന് പതുക്കെ ഇറങ്ങി. കുട്ടിയെ കോപത്തോടെ പുറത്താക്കിയ രാജേട്ടൻ വീണ്ടും കൗണ്ടറിലേക്ക് തിരിച്ചു നടന്നു. ഒന്നും സംഭവിച്ചില്ലാത്ത പോലെ ക്യാഷ് ബിൽ പരിശോധിച്ചുവെങ്കിലും മനസ്സ് ഒട്ടും ശാന്തമായിരുന്നില്ല. രാജേട്ടൻ്റെ മുഖത്ത് മനസ്സിൽ ആ കുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു. കുറ്റബോധത്തിൻ്റെ സൂചിമൊന രാജേട്ടൻ്റെ മനസ്സിൽ കുത്തുന്നത് പോലെ തോന്നി. പാവം കുട്ടിയായിരുന്നു, വിശന്നു വന്നതായിരുന്നു, ഭക്ഷണം കൊടുക്കാമായിരുന്നു എന്ന് രാജേട്ടൻ്റെ മനസ്സൊന്ന് മന്ത്രിച്ചു. പക്ഷേ ഉടൻ തന്നെ ആ സൗമ്യതയെ രാജേട്ടൻ മനഃപൂർവ്വം തകർത്തു. അദ്ദേഹം മനസ്സിൽ വീണ്ടും സ്വയം പറഞ്ഞു, ഇങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഓരോ ദിവസവും 10 പേർ വരെ വീതം വരും. പിന്നീട് ഹോട്ടൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആകും. പണം കിട്ടില്ല. നിയമം എല്ലാവർക്കും ഒന്നു തന്നെയല്ലേ. അതുകൊണ്ട് അവനിപ്പോൾ അങ്ങനെ തന്നെ പോകട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മനസ്സിനെ കട്ടിയാക്കി വെച്ചു. ശേഷം കയ്യിലിരിക്കുന്ന ക്യാഷ് പതുക്കെ എണ്ണുവാൻ തുടങ്ങി. എന്നാൽ കുട്ടിയെ തള്ളി പുറത്താക്കി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന വെയിറ്റർ ഷാജി രാജൻ്റെ അടുത്തേക്ക് ചായ കൊണ്ടുവന്നു. സാർ, ചായ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജി അദ്ദേഹത്തിൻ്റെ ഗ്ലാസ് താഴേക്ക് വെച്ചു. രാജൻ ചായ എടുക്കുമ്പോൾ കൈ അല്പം വിറച്ചിരുന്നു. പിന്നീട് ചായ പതുക്കെ ഊതിക്കുടിച്ചു. പക്ഷേ ആ ചായയ്ക്ക് ഒരു രുചിയും തോന്നാതെയായി. രാജേട്ടൻ പതുക്കെ ഷാജിയോട് ഒന്ന് ചോദിച്ചു, ആ കുട്ടി പോയോ? ഷാജി കൗണ്ടറിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അതെ സാർ, ദേ പതുക്കെ നടന്നു പോകുന്നു. പാവം കുട്ടിയാണ്. കണ്ടിട്ട് വളരെ വിശക്കുന്നത് പോലെ തോന്നി. ഷാജിയുടെ ആ വാക്കുകളും കേട്ടപ്പോൾ രാജേട്ടൻ്റെ മനസ്സ് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി. രാജേട്ടൻ തൻ്റെ പഴയ ഓർമ്മയിലേക്ക് ഒന്ന് പോയി. അതെ, രാജേട്ടൻ്റെ കുട്ടിക്കാലം. അന്ന് താനും ഈ കുട്ടിയെ പോലെ തന്നെയായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്രയോ ഹോട്ടലുകൾ കയറി നടന്നിട്ടുണ്ട്. ചൂടേറിയ ഉച്ചവയിൽ തകർന്ന ചെരുപ്പ്. എത്രയോ കടക്കാർ തന്നെ ചീത്ത പറഞ്ഞ് ആട്ടിവിട്ടിട്ടുണ്ട്. ഞാൻ ചെയ്തത് ശരിയാണോ? ഞാൻ ചെയ്തതും അതുതന്നെയല്ലേ? എൻ്റെ പോലെയുള്ളൊരു കുട്ടിയല്ലേ അവനും? ഞാൻ അവനെ അങ്ങനെ വിട്ടത് ശരിയായില്ല. രാജേട്ടൻ്റെ മനസ്സ് ഒരു നിമിഷം കുറ്റബോധം കൊണ്ട് വിങ്ങിപ്പൊട്ടി. രാജേട്ടൻ പതുക്കെ
പുറത്തേക്ക് ഒന്ന് നോക്കി. ആ കുട്ടി അവിടെ നിന്ന് പതുക്കെ നടക്കുകയായിരുന്നു. രാജേട്ടൻ്റെ മനസ്സ് പിന്നെയും വേദന കൊണ്ട് നിറഞ്ഞു. മനുഷ്യൻ്റെ വേദന ഞാൻ കാണാതെ പോയല്ലോ. എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ടും ആ കുട്ടിയെ ഞാൻ ഇങ്ങനെ ആട്ടിയിറക്കി വിടാൻ പാടുകയില്ലായിരുന്നു. കുട്ടി നടന്നു പോകുന്ന രൂപൻ രാജേട്ടൻ വീണ്ടും വാതിലിന് പുറത്തേക്ക് നോക്കി. കുട്ടിയുടെ ഓരോ ചൂടും വെക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നി. ആ കുട്ടിയുടെ ചെറുകാലുകൾ തളർന്നിരുന്നു. വിശപ്പ് കൊണ്ട് അവന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. എന്നാൽ രാജേട്ടൻ അതെല്ലാം അകലെ നിന്ന് കണ്ടു. നെഞ്ചിൽ ഒരു ഭാരം പോലെ തോന്നി. ഇത് തന്നെയാണ് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് അനുഭവിച്ചത്. രാജേട്ടൻ ഷാജിയെ കടയേൽപ്പിച്ചിട്ട് ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അരികിലേക്ക് നടന്നു ചെന്നു. ഒരു നിമിഷം കുട്ടിയുടെ അരികിലെത്തി. രാജേട്ടൻ്റെ ഹൃദയം വലിയൊരു ഭാരം പോലെ തോന്നിയിരുന്നു. കുട്ടിയുടെ അരികിലെത്തിയപ്പോൾ കൺമുന്നിൽ രാജേട്ടൻ്റെ ബാല്യം തന്നെ തെളിഞ്ഞു വന്നു. കുട്ടി തല ഉയർത്തി രാജേട്ടനെ ഒന്ന് നോക്കി. ഭയത്തോടു കൂടിയായിരുന്നു ആ നോട്ടം. പക്ഷേ അതിലും ചെറിയൊരു പ്രതീക്ഷ ആ കുട്ടിക്കുണ്ടായിരുന്നു. രാജേട്ടൻ മൃദുവായ സ്വരത്തിൽ ചോദിച്ചു, നീ എൻ്റെയൊപ്പം വായോ? ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു. നിനക്ക് ഞാൻ ഭക്ഷണം തരാം. രാജേട്ടൻ കുട്ടിയുടെ കൈപിടിച്ച് പതുക്കെ ഹോട്ടലിന് അകത്തേക്ക് കൊണ്ടുവന്നു. ശേഷം സാധാരണ ഉപഭോക്താക്കൾക്കായുള്ള തിരക്കേറിയ മേശകളിലല്ല, അവൻ കുട്ടിയെ ശാന്തമായ ഒരു സൈഡ് ടേബിളിൽ ഇരുത്തി. ശേഷം ഷാജിയോട് പറഞ്ഞു, ഒരു പൊറോട്ടയും രണ്ട് സെറ്റ് കറിയും കൊണ്ടുപോയോ. വേഗം ചൂട്ടോടെ തന്നെ കൊണ്ടുപോയോ. ഷാജി വേഗം തന്നെ പൊറോട്ടയും കറിയും ആ മേശയ്ക്കകത്ത് എത്തിച്ചു. കുട്ടിയാകട്ടെ നന്ദി പറയുവാൻ പോലും സമയമുണ്ടായിരുന്നില്ല. അവൻ പൊറോട്ട തുണ്ടായി കീറി കറി ചേർത്ത് വേഗത്തിൽ വായിലേക്ക് കഴിക്കുവാൻ തുടങ്ങി. ആ പൊറോട്ട കണ്ടപ്പോൾ കുട്ടിയുടെ കണ്ണുകളിൽ ഒരു ചെറിയ പ്രകാശം തെളിഞ്ഞു. അവൻ്റെ കൈകൾ തളർന്നതുപോലെ തോന്നി. പക്ഷേ വിശപ്പ് അതിരൂക്ഷമായതുകൊണ്ട് തന്നെ അവൻ വേഗത്തിലും എളുപ്പത്തിലും ഭക്ഷണം കഴിച്ചു. രാജേട്ടൻ നിശബ്ദമായി അത് നോക്കി നിന്നു. ഓരോ കഷ്ണം കുട്ടി കഴിക്കുന്നതും രാജേട്ടൻ അവിടെ ഇരുന്ന് നോക്കി. കുട്ടിയുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ രാജേട്ടൻ പതുക്കെയൊന്ന് ചോദിച്ചു, എന്താ മോൻ്റെ പേര്? കുട്ടി തല അല്പം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, അരുൺ. വീട്ടിൽ ആരൊക്കെയുണ്ട്? രാജേട്ടൻ ശാന്തമായി ചോദിച്ചു. അരുൺ ഒരു നിമിഷം മിണ്ടാതെയിരുന്നു. പിന്നെ ശബ്ദം ഒട്ടും കേൾക്കാത്ത പോലെ പറഞ്ഞു, എനിക്ക് ആരുമില്ല, വീടുമില്ല. കുട്ടിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ രാജേട്ടൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നി. രാജേട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാജേട്ടൻ ഏറെ നേരം അരുണിൻ്റെ മുഖം നോക്കി നിന്നു. വിശപ്പിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും അരുണിൻ്റെ കണ്ണിലുണ്ടായിരുന്നു. പക്ഷേ ഭക്ഷണം കിട്ടിയതിൻ്റെ ചെറിയ ശാന്തി മുഖത്തും തെളിഞ്ഞിരുന്നു. രാജേട്ടൻ ശാന്തമായി അരുണിനോട് പറഞ്ഞു, മോനെ, നീ ഇനി എല്ലാ ദിവസവും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം. നിനക്ക് ഇനി 3 നേരം ഇവിടെ നിന്ന് ഞാൻ ഭക്ഷണം തരുന്നതായിരിക്കും. അരുണിന് രാജേട്ടൻ്റെ ആ വാക്കുകൾ ആദ്യം വിശ്വസിക്കുവാൻ പറ്റാത്ത പോലെ തോന്നി. പിന്നീട് അവൻ രാജേട്ടനെ നോക്കി ഒന്ന് ചിരിച്ചു. രാജേട്ടൻ അരുണിനെ ചേർത്ത് പിടിച്ചു. അരുൺ പതുക്കെ രാജേട്ടനോട് പറഞ്ഞു, എനിക്ക് പോകുവാൻ വേറെ സ്ഥലമില്ല. ഞാൻ ഇവിടെ തന്നെ താമസിച്ചോട്ടെ. രാത്രി ഞാൻ ഇവിടെ കിടന്നോട്ടെ. ഇവിടുത്തെ ചെറിയ ചെറിയ ജോലികളെല്ലാം ഞാൻ ചെയ്യാം. ദയവ് ചെയ്ത് എന്നെ ഇവിടെ താമസിപ്പിക്കുമോ? അരുൺ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജേട്ടൻ്റെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞിരുന്നു. രാജേട്ടൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കിനി ഇവിടെ താമസിക്കാം. ഇവിടെ നിന്ന് നിനക്ക് 3 നേരം ഞാൻ ഭക്ഷണം തരാം. ചെറിയ ചെറിയ ജോലികൾ നിന്നെ കൊണ്ട് പറ്റുന്നത് നീ ചെയ്താൽ മാത്രം മതി. അന്നു മുതൽ അരുൺ കടയുടെ പിറകിലെ ചെറിയ മുറിയിൽ താമസിക്കുവാൻ തുടങ്ങി. രാജൻ ചേട്ടൻ ഒരു കൊച്ചു കിടക്കുകയും ഒരു പഴയ ഫാനും അവനായി ഒരുക്കി. അരുണിന് അതൊരു രാജഭവനം പോലെയായിരുന്നു, അവൻ്റെ സ്വന്തം വീട് പോലെ. അവൻ്റെ കണ്ണുകളിൽ ഒരു സുരക്ഷയുടെ വെളിച്ചം നിറഞ്ഞു. രാവിലെ കട തുറക്കുന്നതിന് മുൻപ് അരുൺ നിലം അടിച്ചുവാരും, കസേരകൾ സുന്ദരമായി വയ്ക്കും. പിന്നെ രാജൻ ചേട്ടൻ വരുമ്പോൾ വലിയൊരു ചിരിയോടെ സ്വാഗതം ചെയ്യും. രാജൻ ചേട്ടാ, ചായ തിളയ്ക്കുന്നുണ്ട്. അരുൺ സന്തോഷത്തോടെ പറഞ്ഞാൽ രാജൻ ചേട്ടൻ ഒരു പിതാവ് മകനെ കാണുന്ന പോലെ സ്നേഹത്തോടെ ചിരിക്കും. ആദ്യ ദിവസം അരുൺ ചെറിയ ജോലികളും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജൻ ചേട്ടൻ അരുണുമായി കൂടുതൽ അടുത്തു തുടങ്ങി. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം വൈകുന്നേരം അരുൺ ബിൽ ബുക്കുകൾ ക്രമപ്പെടുത്താൻ രാജൻ ചേട്ടനെ സഹായിക്കുമ്പോൾ അരുണിനോട് രാജൻ ചേട്ടൻ പതുക്കെ ചോദിച്ചു, മോനെ, നിനക്ക് പഠിക്കുവാൻ ആഗ്രഹമുണ്ടോ?
അരുൺ അത് കേട്ടപ്പോൾ ആകാംക്ഷയോടെയും ആശങ്കയോടെയും രാജൻ ചേട്ടനെ ഒന്ന് നോക്കി. സ്കൂളിൽ പോകുവാനോ ഞാൻ? അരുൺ സന്തോഷത്തോടെ ചോദിച്ചു. രാജൻ ചേട്ടൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈ പിടിച്ചു. അതെ, ഇനി തൊട്ട് നീ സ്കൂളിൽ പോയി തുടങ്ങണം. അങ്ങനെ ദിവസം കഴിഞ്ഞു. അടുത്ത ആഴ്ച തന്നെ രാജൻ ചേട്ടൻ അവനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനെ സ്കൂളിൽ ചേർത്തു. പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തു. പുതിയ ബാഗ് മേടിച്ചു. യൂണിഫോമും മേടിച്ചു. അരുൺ അവ ഒന്നൊന്നായി തുറന്നു നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ ഇത്തവണ അത്ഭുതത്തിൻ്റെ കണ്ണീരല്ല, സന്തോഷത്തിൻ്റെ മാത്രം. രാജൻ ചേട്ടനെ അരുൺ ചേർത്ത് പിടിച്ചു. രാജൻ ചേട്ടാ, നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടം വരെ എത്തുകയില്ലായിരുന്നു. രാജൻ ചേട്ടൻ അവൻ്റെ നിറകിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നീ ഒരിക്കലും ഇനി ഒറ്റയ്ക്കല്ല. അങ്ങനെ അരുൺ സ്കൂൾ കവാടത്തിലേക്ക് കടക്കുമ്പോൾ അരുണിൻ്റെ മുഖത്ത് തെളിഞ്ഞ ചിരി രാജൻ ചേട്ടൻ കണ്ട ഏറ്റവും വിശുദ്ധമായ സന്തോഷമായിരുന്നു. അരുണിൻ്റെ ജീവിതം വിശപ്പിൻ്റെ ഇരുട്ടിൽ നിന്ന് വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഒരു ചുവടുവെപ്പ് ആയി മുന്നേറി. അരുൺ സ്കൂളിൽ അങ്ങനെ പോകുവാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിലെ മാറ്റം കടയിലും ചുറ്റുപാടിലും എല്ലാവരും കാണുവാൻ കഴിഞ്ഞു. ഒരിക്കൽ കടയുടെ വാതിക്കൽ വിശന്നു കിടന്നിരുന്ന ഒരു കുട്ടി ഇന്ന് സ്കൂൾ ബാഗ് ചുമരിൽ പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് രാജൻ ചേട്ടൻ്റെ കൂടെ കടയിൽ നിന്ന് സ്കൂളിലേക്ക് നടന്നു പോകുന്നു. എല്ലാം സന്തോഷത്തോടു കൂടി തന്നെ നോക്കുന്നു. ഇതെല്ലാം കണ്ട് നാട്ടുകാർ പറഞ്ഞു. കേട്ടവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. കുറച്ചു ദിവസത്തിനുള്ളിൽ രാജൻ ചേട്ടൻ ചെയ്ത നന്മ വാർത്ത മുഴുവൻ പ്രദേശങ്ങളിലും പരന്നു. കടയിൽ ഒരു കുട്ടിയെ എടുത്തു വളർത്തുന്ന രാജൻ സാർ എന്നായിരുന്നു എല്ലാവരും പറയുന്ന വാക്ക്. വീട്ടമ്മമാർ, ചെറുകടക്കാർ, ഓട്ടോ ഡ്രൈവർമാർ, സ്കൂൾ അധ്യാപകർ എല്ലാവരും രാജൻ ചേട്ടനെ പ്രശംസിച്ചു. ഒരു ദിവസം 3 പത്രപ്രവർത്തകർ രാജൻ ചേട്ടൻ്റെ കടയിലെത്തി. രാജൻ സാറേ, 1 മിനിറ്റ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ തരുമോ? രാജൻ ചേട്ടൻ ഒന്ന് ആശ്ചര്യപ്പെട്ടു. എനിക്ക് എന്തു പറയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, രാജൻ ചേട്ടൻ്റെ കഥ പലരെയും പ്രകാശിപ്പിക്കും. ഒരാൾക്ക് വിശപ്പകറ്റുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. രാജൻ ചേട്ടൻ ഒരു ദൈവം തന്നെയാണ്. അങ്ങനെ രാജൻ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ എല്ലാവരും എടുത്തു. അരുൺ രാജൻ ചേട്ടനോട് ചേർന്ന് രാജൻ ചേട്ടൻ്റെ പക്കൽ തന്നെ നിന്നു. അടുത്ത ദിവസം തന്നെ പത്രത്തിൻ്റെ മുൻ പേജിൽ വലിയ തലക്കെട്ടോടു കൂടി വാർത്ത. വിശന്ന കുട്ടിക്ക് ജീവൻ നൽകിയ ഹോട്ടൽ ഉടമ രാജൻ ചേട്ടൻ. TV ചാനലിൽ വരെ വാർത്തകൾ വന്നു. അരുൺ ലജ്ജിച്ചുകൊണ്ട് തന്നെ രാജൻ ചേട്ടൻ്റെ പിന്നിൽ വിളിക്കും. പക്ഷേ രാജൻ ചേട്ടൻ അവൻ മുന്നിലേക്ക് തന്നെ വിളിച്ചു. പല സോഷ്യൽ മീഡിയ പ്രവർത്തകരും രാജൻ ചേട്ടൻ്റെ നന്മ പ്രവൃത്തി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എന്നിവയിൽ പോസ്റ്റ് ചെയ്തു. രാജൻ ചേട്ടനും അരുണും ഒരുമിച്ചുള്ള ഫോട്ടോ മണിക്കൂറുകൾക്കകം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു, കമൻറ്റ് ചെയ്തു, ഷെയർ ചെയ്തു. ഇതുപോലുള്ള മനുഷ്യരാണ് ലോകത്തെ സുന്ദരമാക്കുന്നത്. രാജൻ ചേട്ടനെ പോലെ എല്ലാവരും ചിന്തിക്കുവാൻ തുടർന്നുവെങ്കിൽ വിശപ്പ് സഹിച്ച് ആരും ഈ ലോകത്ത് നടക്കുകയില്ലായിരുന്നു. അരുൺ വളരും. ഒരു നാൾ രാജൻ ചേട്ടനെ പോലെ അവൻ ആകും. അന്നു മുതൽ രാജൻ ചേട്ടൻ്റെ കടയിൽ പതിവിനേക്കാൾ കൂടുതൽ തിരക്ക് വന്നു തുടങ്ങി. രാജൻ ചേട്ടൻ്റെ ഹോട്ടലിൽ ഒരു ദിവസം പോയി കഴിക്കണം. മനുഷ്യത്വത്തിൻ്റെ വിലയുള്ള സ്നേഹമുള്ള കറിയും പൊറോട്ടയും ആണ് രാജൻ ചേട്ടൻ്റെ സ്പെഷ്യൽ. എല്ലാവരും പറയുവാൻ തുടങ്ങി. മുൻപ് സാധാരണ തിരക്കുള്ള കട ഇപ്പോൾ ദിവസേന തിരക്കുകൾ കൂടിക്കൂടി വരുന്നു. പുതിയ ഉപഭോക്താക്കൾ, രാജൻ സാറിൻ്റെ കട കാണുവാൻ വരുന്നവർ, പത്രപ്രവർത്തകർ, യൂട്യൂബ് വ്ളോഗേഴ്സ്, അങ്ങനെ കട തിരക്ക് കൊണ്ട് നിറഞ്ഞു. ഇത്രയും തിരക്ക് രാജേട്ടൻ ഇതുവരെ കണ്ടിട്ടേയില്ല. പക്ഷേ ഇതെല്ലാം അരുണിൻ്റെ ഭാഗ്യമെന്നാണ് രാജൻ ചേട്ടൻ പറയുന്നത്. അരുൺ സന്തോഷത്തോടെ ഇതെല്ലാം രാജൻ ചേട്ടൻ്റെ അരികിൽ നിന്ന് നോക്കിക്കണ്ടു. കടയുടെ തിരക്കിൽ പുഞ്ചിരിയോടെ അരുൺ പഠിത്തം കഴിഞ്ഞാൽ രാജൻ ചേട്ടനെ സഹായിക്കും. രാജൻ ചേട്ടൻ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനം നിനക്ക് അന്ന് വിളമ്പിയ ചോറാണ്. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ എത്ര തരത്തിൽ താഴോട്ട് വീഴാം, വിശപ്പിലായാലും ഒറ്റപ്പെടലായാലും എല്ലാത്തിലും. പക്ഷേ അതിൽ നമ്മുടെ ഒപ്പം കൈത്താങ്ങായി ഒരാളുണ്ടെങ്കിൽ നമ്മൾ മുൻപോട്ട് തന്നെ വരും. നന്മ പ്രവർത്തിക്കാൻ വലിയ പണിയൊന്നുമില്ല. ചെറിയൊരു ചിരി, ചെറിയൊരു സഹായം, ചെറിയൊരു കരുതൽ, അതൊരാളുടെ ജീവിതം തന്നെ രക്ഷിക്കും. അതിനൊരു ഉദാഹരണമാണ് ഈ കഥയിലെ രാജൻ ചേട്ടനും അരുണും. അരുൺ സന്തോഷത്തോടു കൂടി തന്നെ രാജൻ ചേട്ടൻ്റെ കടയിൽ നിന്നു പഠിച്ചു.
രാജൻ ചേട്ടൻ അരുണിനെ സ്വന്തം മകനെ പോലെ തന്നെ കരുതി. അരുണിന് തിരിച്ചു രാജൻ ചേട്ടന് അച്ഛനെ പോലെയായിരുന്നു. അങ്ങനെ അരുൺ രാജചേട്ടൻ്റെ കടയിൽ നിന്ന് പഠിച്ചു ഒന്നാമനായി. രാജൻ ചേട്ടന് ഒരു താങ്ങും തണലായി അവൻ മാറി.